ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും എനിക്ക് ആശംസകൾ പറയണം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നത്. ഞാനും തിരിച്ച് സ്നേഹം കൊടുക്കാറുണ്ട്. ചിലരൊക്കെ പറയുന്നത് പിന്നെ എന്താണ് ഈ ബർത്ത്ഡേയൊക്കെ വിഷ് ചെയ്തിട്ട് ഇപ്പോൾ എന്താണെന്നാണ്. എൻ്റെ അപ്പുറം ഇരിക്കുന്ന ഈ മനുഷ്യന്മാരാണ് പറയുന്നത് കേട്ടോ. കാക്കച്ചിയൊക്കെ പറയുന്ന ഈ ബർത്ത്ഡേക്കൊന്നും ഞാനൊരു വാല്യൂ കൊടുക്കുന്നില്ല എന്നാണ്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്ക് എന്നെ ആരൊക്കെ സ്നേഹിക്കുന്നോ അവരോട് തിരിച്ച് സ്നേഹമുണ്ട്. എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, എന്നോട് കള്ളം കാണിക്കുന്ന, എന്നോട് ആത്മാർത്ഥതയില്ലാതെ പെരുമാറുന്ന ഒരു മനുഷ്യരോടും എനിക്കൊരു പ്രതിബദ്ധതയുമില്ല. ഞാൻ അവരോട് പിന്നെ സംസാരിക്കാറുമില്ല. പക്ഷേ എൻ്റെ ഈ ചുറ്റാകെ ഈ മനുഷ്യന്മാരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരോട് ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്. പക്ഷേ ഒരു മെയ് മാസത്തിലാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ ഇരുട്ട് സംഭവിക്കുന്നത്, എൻ്റെ അച്ഛൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ബർത്ത്ഡേ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഞാനിത് എവിടെയാണ് പോകുന്നതെന്നറിയാമോ? കൊല്ലത്തേക്കാണ് എൻ്റെ കുഞ്ഞമ്മയെ കാണാൻ. കുഞ്ഞമ്മ വയ്യാതെ കിടന്നിട്ട് ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നിട്ട് വീട്ടിൽ വന്നു. കുഞ്ഞമ്മയെ ഒന്ന് കാണണം. കുഞ്ഞമ്മ എൻ്റെ അമ്മയെ പോലെ, ഒരുപക്ഷെ അമ്മയെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. അവർക്കത് എത്രമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കങ്ങനെയാണ്. പലതരത്തിലും എന്നെ കൊണ്ടു നടന്ന് വളർത്തി എന്നൊക്കെ പറയാം. അങ്ങനെ അങ്ങനെ എൻ്റെ കുഞ്ഞമ്മമാരാണ്. പക്ഷേ കുഞ്ഞമ്മമാർക്ക് അതിൻ്റെ വാല്യൂ അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടവും ഒക്കെയാണ്. അപ്പോൾ കുഞ്ഞമ്മ വയ്യാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞമ്മയുടെ അടുത്ത് പോയി നിൽക്കണം. കാരണം കുഞ്ഞമ്മ എന്നെ പൊന്നുപോലെ കൊണ്ട് നടന്നിട്ടുണ്ട്. നമ്മളെയൊക്കെ ഒന്നും പറയാതെ നമ്മളെ കയ്യിൽ വെള്ളയെ വെച്ച് കൊണ്ട് നടന്നിട്ടുള്ളത് കൊണ്ട് ആ ഒരു സ്നേഹം എപ്പോഴും നമുക്കിങ്ങനെ മുഴച്ചു നിൽക്കുമെന്ന് പറയില്ലേ, അങ്ങനെയാണ്. ഇപ്പോൾ അമ്മമാരുടെ അനിയത്തിമാരോട് എല്ലാവർക്കും അവരവരുടെ അമ്മമാരോടായിരിക്കും സ്നേഹം അല്ലേ? എനിക്ക് പക്ഷേ അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല ഇവരുടെ കാര്യത്തിൽ. ഇവർ ഞങ്ങളിൽ നിന്ന് അകന്ന് മാറി മറ്റ് സ്ഥലങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവരോട് അങ്ങനെ ഒരു നമുക്ക് അകൽച്ച വരുന്നത്. പക്ഷേ ആ മനസ്സിനുള്ളിലുള്ള സ്നേഹം അതേപടി നമ്മളിങ്ങനെ മനസ്സിലിട്ടിട്ടുണ്ട്. ഞാനും ചേച്ചിയും ഭയങ്കര ഇഷ്ടമാണ്. ഇളയ കുഞ്ഞമ്മയാണ് കാണാൻ പോവുകയാണ്. ഇനിയൊരു ഇളയ കുഞ്ഞമ്മയുണ്ട്. ഭയങ്കര സ്നേഹമുള്ള കുഞ്ഞമ്മമാരാണ്. സത്യം പറയാമല്ലോ, പരസ്പര സ്നേഹമുണ്ട് എല്ലാവർക്കും. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ കുഞ്ഞമ്മയെ കാണാനായിട്ടാണ് പോയത് കേട്ടോ. കുഞ്ഞമ്മ ഇങ്ങനെ വയ്യ കിടക്കുന്നതെന്ന് പറഞ്ഞു ഒന്ന് പോയി കാണാം, കുഞ്ഞമ്മയെ കണ്ടിട്ട് വരാം. ബർത്ത്ഡേ ആണ്, വീട്ടിൽ പായസമൊക്കെ വയ്ക്കണമെന്നൊക്കെ വിചാരിച്ചു. പായസം വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ പോയി. അപ്പോൾ ഞാൻ പറയാണ് എൻ്റെ ബർത്ത്ഡേ ആണ്, നിങ്ങളെന്നെ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാണ്. ചേച്ചി ഒരു ടോപ്പൊക്കെ വാങ്ങിക്കൊണ്ട് തന്നു കേട്ടോ. പക്ഷേ ഏറ്റവും വലിയ സന്തോഷം കുഞ്ഞമ്മയെ കാണാൻ പോയത് തന്നെയാണ്. കുഞ്ഞമ്മയെ കണ്ട് വയ്യാതിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി പെട്ടെന്ന് വരണം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് എത്തി. അവിടെ എത്തിയപ്പോൾ പിന്നെ കഴിച്ചിട്ടൊക്കെ ആണ് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ സംസാരിക്കുന്നതെല്ലാം എൻ്റെ ബർത്ത്ഡേയെക്കുറിച്ച്, എനിക്ക് കിട്ടാത്ത ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവർ പറയണോ പിന്നെ ബർത്ത്ഡേ ബർത്ത്ഡേ പിന്നെ അങ്ങനെയൊന്നുമില്ല. മുമ്പേയൊക്കെ കേക്കൊക്കെ മുറിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവരാരും കേക്ക് മുറിക്കുന്നത് ഒരു ലക്ഷണവും കാണിച്ചില്ല എന്നോട്. എനിക്ക് സർപ്രൈസുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവരാരും എനിക്ക് സർപ്രൈസ് തന്നില്ല. ചേച്ചി സർപ്രൈസ് തന്നു, ഡ്രസ്സും ആയിക്കൊണ്ട് തന്നു. പക്ഷേ അതുമല്ലല്ലോ, ഓരോരുത്തരൊക്കെ ഇങ്ങനെ സർപ്രൈസൊക്കെ ബർത്ത്ഡേക്കൊക്കെ കിട്ടുന്നത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതൊക്കെ നഷ്ടമായി എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് കേട്ടോ ഇവരോട്. ഇവർ പറയുന്നത് ബർത്ത്ഡേക്കൊന്നും വലിയ കാര്യമില്ല, അതിനൊന്നും വലിയ വാല്യൂ ഇല്ല, അതിനിപ്പോൾ എന്താ എന്നൊക്കെയാണ്. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കണമെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് നമുക്ക് പറ്റുന്ന സാഹചര്യമൊന്നും ആയിരുന്നില്ല. അതുമല്ല, നമുക്കിപ്പോൾ ഒരു ബർത്ത്ഡേ ആഘോഷത്തിനുള്ള മൂടൊന്നും ഇല്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സംരംഭക എന്ന നിലയിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളും നമ്മളിപ്പോൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധിയാണ്, ഒരുപാട് പ്രതിസന്ധികളാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഈ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നത് പോലെ ഇത് കണ്ടിട്ട് കുറേ പേര് അങ്ങനെ ആവണമെന്ന് എനിക്ക് സത്യത്തിൻ്റെ വഴി ധൈര്യത്തോട് നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. മമ്മിയുടെ ഉണ്ട്. ഹായ്, ഞാൻ ഇപ്പോൾ കുഞ്ഞമ്മേരെ വീട്ടിലാണ് വന്നത്. അപ്പോൾ കൊല്ലത്താണ് കുഞ്ഞമ്മേരെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇത് കുഞ്ഞമ്മേരെ വീടാണ്. കൃഷിയൊക്കെ ഉണ്ട്. മുല്ല, പിന്നെ എന്തൊക്കെ ചെടികൾ, കുരുമുളക്, പുതിന,
പിന്നെ ഇതെന്തുവാ പുളിഞ്ചിയാണെന്ന് തോന്നുന്നു അല്ലേ? പുളിഞ്ചി, ചെമ്പരത്തി. കുറച്ച് മാത്രമേ ഉള്ളെങ്കിൽ എല്ലാം നട്ടിട്ടുണ്ട്. അതെ, സ്ഥലം വളരെ കുറച്ചേ ഉള്ളൂ. ദാണ്ട് അതിനിടയ്ക്ക് ഒരു കുഞ്ഞു കിണറ്, പിന്നെ മോട്ടറുകൾ, മാവ്, ഇതുമുണ്ട്, മറ്റേ കസ്റ്റാർഡ് ആപ്പിള്, അതുമുണ്ട്. എല്ലാ തരം കൃഷികളും ഉണ്ട്. ഇതാണ് കുറ്റിക്കുരുമുളക്. അതൊക്കെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, എന്നാലും കുറച്ച് സ്ഥലത്ത് എല്ലാം ഉണ്ട്. പറ. കുഞ്ഞുമേരെ വീടാണ്. ഞാനിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വിട്ടത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ തിരിച്ചു പോകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്നെ കാണൂ, ഞാൻ ഈ ചിരിക്കുന്നത് പോലെ, ഞാൻ പിന്നെ എന്താണ് എൻ്റെ അവസ്ഥയിലും ഞാനിങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുന്നത് പോലെ ഞാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അതിൻ്റെ മൂല്യം നിങ്ങൾക്ക് അറിയില്ല. കുറേ അസ്വാതന്ത്ര്യങ്ങൾ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കും സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി എൻ്റെ അവസ്ഥ മാറാൻ പോണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കുഞ്ഞമ്മയെ കണ്ടത് തന്നെയാണ് വലിയ സന്തോഷം. ഇന്നത്തെ ബർത്ത്ഡേ അങ്ങനെ ആയിരുന്നു. അപ്പോൾ പാരിപ്പള്ളിയും കൊല്ലവും ഒക്കെ കടന്ന് നമ്മളിതേ പോയിട്ട് വന്നു. വരുന്ന വഴിയാണ് ഞാൻ ഈ ഒരു ദൃശ്യം പകർത്തിയത്. എനിക്ക് സെൽഫി സ്റ്റിക്കൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, യാത്ര ചെയ്തതാണ്, യാത്രാ വീഡിയോയാണ്. അപ്പോൾ കണ്ടൻ്റ് ഇല്ല എന്ന് പറയുന്നവരോട്, കുറേ കണ്ടൻ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് കാണാതിരിക്കുന്നവരോട് നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല കണ്ടൻറ്റുമായി ഞാൻ ഇനിയും വരും. ഒരുപാട് സ്നേഹത്തോടെ നീച്ച.